സോ ഈ വീഡിയോ ആണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഡ്രോപ്പ് ഷിപ്പിംഗ് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ആക്കണം എന്ന് അറിയാത്തവരായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ A to Z ഡ്രോപ്പ് ഷിപ്പിംഗിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ ടൂൾസ് ആണ്, ഏതൊക്കെ വെബ്സൈറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിന് മുമ്പ് തന്നെ വൺ ഓഫ് ദ സ്റ്റോർസിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡ് വരുന്നത് ഗൈസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 90 ഡേയ്സിൻ്റെ സെയിൽസ് ആണ് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 34 lakh rupees സെയിൽസ് ആണ്. ഓ മൈ ഗോഡ്, 34 lakhs. സോ ഞാൻ ആക്ച്വലി ഇന്നത്തെ സെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. 21,000 rupees സെയിൽസ് ആണ്. കാരണം ഓക്കെ, ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ, നൈറ്റ് ആവണ സമയത്തായിരിക്കും ഇത് ബും ആവണത്. ഓക്കെ, അറൗണ്ട് ഒരു 50,000 rupees സെയിൽസ് എന്തായാലും ക്ലോസ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇന്നത്തെ സെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ സെയിൽസ് അറൗണ്ട് 59,000 rupees സെയിൽസ്. ഒരു ആവറേജ് ഒരു 60-70 ലൈക്ക് ചില സമയങ്ങളിൽ 1 lakh 2 lakh വരെ പോകും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 7 days ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 3.4 lakh rupees സെയിൽസ് ആണ് വന്നിട്ടുള്ളത്. ലെറ്റ് മീ ഷോ യു സംതിങ്. 2022 തൊട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ആൻഡ് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, 1 tens 100,000 10,000 lakh 10 lakh crore 1.4 CR സെയിൽസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് നല്ല രീതിയിൽ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൺലൈൻ സെക്ഷൻ ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ, കാരണം നമ്മൾ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലാണ് അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് ഓർഡർ വാല്യൂ, അതുപോലെ തന്നെ എത്ര വിസിറ്റേഴ്സ് വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 2 ലക്ഷത്തിനധികം വിസിറ്റേഴ്സ് നമുക്ക് ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോറിലേക്ക്. ഓക്കെ, സോ ഇതുപോലത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കണമെന്നുണ്ടാവും. ഇതുപോലെയല്ല, ഇതിനേക്കാളും നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കണമെന്നുണ്ടാവും. സോ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ സെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടു. സോ ഇനി ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് ബേസിക് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഞാൻ വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഡ്രോപ്പ് ഷിപ്പിംഗ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അറിയാത്തവർക്കാണ് മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഈ പ്രോഡക്റ്റ് ആണില്ലേ ഗൈസ്, ഈ പ്രോഡക്റ്റ് 500 rupees പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കും. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ സപ്ലയറാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നുള്ളത്. ആൻഡ് ഇവിടെ നമ്മളുണ്ട്, ഇവിടെ ആക്ച്വലി നമ്മളുണ്ട്, ഇത് നമ്മളാണ്. ഓക്കെ, ഇത് നമ്മളാണ് വരുന്നത്. ആൻഡ് നമ്മുടെ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ആക്കും. ആൻഡ് ഈ 500 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ കൊണ്ടുവിടുന്നത് എത്ര രൂപയ്ക്കാണ്? ഈ 500 രൂപയുടെ പ്രൊഡക്റ്റാണ് കാണുന്നത്. ഇത് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ അറൗണ്ട് 1200 രൂപയ്ക്ക് കൊണ്ടുവിടും. ഓക്കെ, നമ്മുടെ ഇമേജസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ഒരു സ്റ്റോറിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇത് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റോറാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇതുപോലത്തെ ഒരു സ്റ്റോർ നമ്മൾ ക്രിയേറ്റ് ആക്കി എടുക്കും. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ലൈക്ക് കണ്ടില്ലേ, ഇതൊരു വൺ ഓഫ് ദ പ്രൊഡക്റ്റാണ്, വൺ ഓഫ് ദ ട്രെൻഡിങ് പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോർ നമ്മൾ ലൈക്ക് പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്റ്റോറിൽ ഇതുപോലത്തെ ഇമേജസും കാര്യങ്ങളൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലിടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലയർ നമ്മൾ 500 രൂപയ്ക്ക് പ്രോഡക്റ്റ് കൊടുത്തു. നമ്മളിപ്പോൾ തന്നെ കാണിച്ച പോലത്തെ വെബ്സൈറ്റിൽ നിങ്ങൾ ഷോപ്പിഫൈയിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ഈ പ്രോഡക്റ്റ് 1200 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചെന്ന സ്റ്റോറില്ലേ, ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയുന്നത് അറൗണ്ട് 700 രൂപയാണ്. ഓക്കെ, 700 രൂപയ്ക്കാണ് പുള്ളി വിൽക്കുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റിന് 700 രൂപ ഇല്ല. മനസ്സിലായില്ലേ? ഈ പ്രോഡക്റ്റ് അറൗണ്ട് ഒരു 250 rupees നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇന്ത്യ മാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, ഇതേ സെയിം പ്രോഡക്റ്റ് ഇന്ത്യ മാർട്ടിൽ നമുക്ക് കിട്ടുന്നത് 172 rupees വെറും 172 rupees, 185 rupees, 160 rupees. ഓക്കെ, ആൻഡ് പുള്ളിയുടെ വെബ്സൈറ്റ് കൊണ്ടിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 700 rupees ആണ്. ഓക്കെ, ഇപ്പോൾ ഡെലിവറി ചാർജ് കൂട്ടി കഴിഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് സെല്ലായിട്ടുണ്ടെങ്കിൽ ഈ വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 300 to 400 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ട്. ഓക്കെ, സോ ഡെയിലി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഒക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങ് പൊട്ടി എത്ര രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാമെന്നുള്ളത്. സോ അതായത് സപ്ലയറിൻ്റെ അടുത്ത് നിന്നുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൽ കൊണ്ടിടും. അതൊരു 1200 രൂപയ്ക്ക് നിങ്ങൾ ഇടുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നിങ്ങളാണ്. ഓക്കെ, ആൻഡ് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്യും. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ് എന്തൊരു ചെയ്യുക? കസ്റ്റമേഴ്സ് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കാണും. ഓക്കെ, ഈ പ്രൊഡക്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ആഡ്സ് കണ്ടു കഴിഞ്ഞിട്ട് വരും. അവരെന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ വന്നു കഴിഞ്ഞിട്ട് 1200 രൂപയ്ക്ക് പ്രോഡക്റ്റ് വാങ്ങും. 1200 രൂപയ്ക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. ഓക്കെ, 1200 രൂപയ്ക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. നമ്മുടെ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യും സോഷ്യൽ മീഡിയ വഴി വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്തൊരു ചെയ്യുക? ഇത് നമ്മളാണ്, നമ്മുടെ ഷോപ്പിഫൈയിലൊരു ഓർഡർ കിട്ടി. അപ്പോൾ നമ്മുടെ ഓർഡർ ഡയറക്റ്റ് സപ്ലയറിൻ്റെ അടുത്തേക്ക് പോകും. ഓക്കെ, ഡയറക്റ്റ് സപ്ലയറിൻ്റെ അടുത്തേക്ക് പോകും. സപ്ലയർ എന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലയറിൻ്റെ കയ്യിലാണ് പ്രൊഡക്റ്റ്, നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല. സപ്ലയർ ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് എന്തൊരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെ കയ്യിൽ ക്യാഷാണ്. കസ്റ്റമർ എന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ 1200 രൂപ തരാം. 1200 രൂപയാണ് നമ്മൾ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1200 രൂപയിൽ നിന്ന് 500 രൂപ, ഓക്കെ, 1200 രൂപയിൽ നിന്ന് 500 രൂപ നിങ്ങൾക്ക് സപ്ലയറിന് കൊടുക്കും. ഓക്കെ, സപ്ലയർ പ്രൊഡക്റ്റ് ഇവിടേക്ക് എത്തിക്കും. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലെയറും അതുപോലെ തന്നെ ഷോപ്പിഫൈ സ്റ്റോറും അതുപോലെ തന്നെ കസ്റ്റമറും തമ്മിലുള്ളൊരു ലൈനാണിത്. ഓക്കെ, ലൈക്ക് ഒരു ലൈനാണ് ഇങ്ങനെ.
മനസ്സിലായില്ലേ? നിങ്ങൾ അതിൻ്റെ നടിയിൽ നിൽക്കുന്നുള്ളൂ. ആക്ച്വലി സപ്ലയർ ആണ് നമുക്ക് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുന്നത്. ഓക്കെ, സോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ വെബ്സൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും പറയാം. ആൻഡ് നെക്സ്റ്റ് ഐം ഗോണ ബി ഷോയിങ് യു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോർ വേണം, ഒരു സ്റ്റോറിൻ്റെ പേര്. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് സ്റ്റോർ നെയിം ആൻഡ് ഡൊമൈൻ. ഓക്കെ, സ്റ്റോറിൻ്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വിൽ ബി ഷോയിങ് യു ഹൗ യു ക്യാൻ ടേക്ക് ഇറ്റ് ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് നിന്ന് എടുക്കാം, ഹോസ്റ്റിംഗറിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ ഗോഡാഡിയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ പോയിട്ട് ഹോസ്റ്റിംഗറിൽ നിന്ന് എടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹോസ്റ്റിംഗറിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞുള്ള സംഭവം, ഇവിടെ ഡൊമൈൻ ക്ലിക്ക് ആക്കുക. ആൻഡ് ഇവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഇവിടെ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അവൈലബിൾ ആണോ നോക്കണം. ചില ആൾക്കാരുകളുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മല്ലുമായിട്ട് ഞാൻ ഇട്ടെന്ന് വിചാരിക്കും. ഓക്കെ, അത് ഓൾറെഡി അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഡോട്ടിന് അവൈലബിൾ ആണ്, പക്ഷേ പ്രോബ്ലം ഈസ് .com അവൈലബിൾ ആണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. .com ഓൾറെഡി ടേക്കണാണ്, മല്ലുമാട്ട് .com ഓൾറെഡി ടേക്കണാണ്, ഡോട്ടിന് അവൈലബിൾ ആണ്. ഒന്നിൽ നിങ്ങൾക്ക് ഡോട്ടിൻ വാങ്ങാം അല്ലെങ്കിൽ .com വാങ്ങാം. ഇവിടെ ഉള്ളതൊന്നും നിങ്ങൾ വാങ്ങാൻ പാടില്ല, ജസ്റ്റ് ഡോട്ടിൻ ഓർ .com. ഓക്കെ, മാക്സിമം നിങ്ങൾ ഡോട്ടിൻ അല്ലെങ്കിൽ .com വാങ്ങാം. ആൻഡ് തിങ് ഇസ് ദാറ്റ് ഡോട്ടിന് കുറച്ച് പ്രൈസ് കുറവായിരിക്കും, .comന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ബ്രോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ട്രാഫിക്കിനും മറ്റു കാര്യങ്ങൾക്കും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഒരു സ്റ്റോർ നെയിം അതുപോലെ തന്നെ ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ആക്കി. ഓക്കെ, സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോർ ക്രിയേറ്റ് ആക്കണം. ഓക്കെ, എവിടെയാണ് നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ആക്കുന്നത്? ഷോപ്പിഫൈയിലാണ് സ്റ്റോർ ക്രിയേറ്റ് ആക്കുന്നത്. ഓക്കെ, നമുക്ക് WooCommerce എടുക്കാം, എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഷോപ്പിഫൈ ആണ് നിങ്ങൾ മാക്സിമം, കാരണം ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മോസ്റ്റ് ഓഫ് ആൾക്കാർ ഷോപ്പിഫൈ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഷോപ്പിഫൈയിലാണ് നമ്മൾ ക്രിയേറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്തൊരു ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷോയിങ് യു. ഓക്കെ, നിങ്ങളെന്തൊരു ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിഫൈയിൽ പോവുക, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടർ, നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഓൺലൈൻ സ്റ്റോർ ആണ്, നെക്സ്റ്റ് കൊടുക്കുക. ആക്ച്വലി ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റ് ആണ്, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റീജിയൻ സെലക്ട് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണോ സൈൻ ഇൻ ചെയ്യുന്നത് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഫസ്റ്റത്തെ മാസം കാണിക്കുക, ഇവിടെ 20 rupees ഫോർ യുവർ ഫസ്റ്റ് മന്ത് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. രണ്ടാമത്തെ മാസം തൊട്ട് നിങ്ങൾ 2000 rupees ഇത് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 20 rupees പേ ചെയ്യുന്ന സമയത്ത് 5000 rupees നിന്ന് ഗൂഗിൾ പേയിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ. ഓക്കെ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് 5000 rupees പോയില്ല. ഓക്കെ, കുറേ ആൾക്കാർക്ക് വരുന്നൊരു ഡൗട്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്ലിയർ ചെയ്തത്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സപ്ലയറിനെ കണ്ടുപിടിക്കണം. ഓക്കെ, സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊപ്പോസോക്ലോട്ട് ഉണ്ട്, ഇന്ത്യാമാർട്ട് ഉണ്ട്, ലോക്കൽ സപ്ലൈസ് ഉണ്ട്. ഓക്കെ, ഇത് മൂന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഞാൻ റൊപ്പോസോക്ലോട്ട് എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ഒരു ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറാണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ. ഓക്കെ, സോ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റൊപ്പോസോക്ലോട്ട് നിന്ന് അടിച്ചു കൊടുക്കും. റൊപ്പോസോ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു റൊപ്പോസോക്ലോട്ട് നിന്ന്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൊപ്പോസോക്ലോട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഡീലറായിട്ട് യൂസ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൊപ്പോസോക്ലോട്ടിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, ഇവിടെ കുറേയധികം പ്രൊഡക്റ്റുകളുണ്ട്, ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസ് കൂടുതലാണ്. ഓക്കെ, അതെന്താ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒരു പ്രൊഡക്റ്റ് എത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മിനി പ്രിൻ്റർ ഈ പ്രൈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് പുഷ് ടു ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിക്ക് ഓൾറെഡി വരും. ഓക്കെ, ഇതിന് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നോക്കിയേ 1114 രൂപയാണ് വരുന്നത്, 1114 rupees. ഓക്കെ, പക്ഷേ ഈ സാധനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 550 rupees സംതിങ് ലൈക്ക് ദാറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ എവിടെ പോവാം, നമ്മുടെ ഇന്ത്യാമാർട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ത്യാമാർട്ടിൽ എത്ര രൂപയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, 710 rupees, 870 rupees, ഇത് കണ്ടില്ലേ 595 rupees. ഓക്കെ, ലൈക്ക് 580 rupees വരുന്ന സാധനമാണ് ഒരു പ്രൊഡക്റ്റാണ് ഇവർ ഇത്രയും കാശിന് കൊടുക്കുന്നത്. ഓക്കെ, ലൈക്ക് 1000 rupees കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. പക്ഷേ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ പ്രൈസോ നിങ്ങളുടെ മാർജിൻ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ഇതുപോലെ എല്ലാ പ്രൊഡക്ട്സ് അങ്ങനെ തന്നെയാണ്, ലൈക്ക് എവറി പ്രൊഡക്ട്സ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നിങ്ങളൊരു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് സപ്ലയർ എടുക്കാം. ഒന്നില്ല നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റും, ഇന്ത്യാമാർട്ടിൽ പോകാൻ പറ്റും. ഓക്കെ, ഇന്ത്യാമാർട്ടിൽ പോയി കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റോറിക്ക് ആഡ് ആക്കാവുന്നതാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബൾക്കായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റുകൾ എടുക്കേണ്ടി വരും. ഓക്കെ, സിംഗിൾ പീസ് ആണ് ഇത് പറയുന്നത്, ബൾക്കായിട്ടൊക്കെ പ്രൊഡക്റ്റുകൾ എടുക്കേണ്ടി വരും. സോ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫോർത്ത് സ്റ്റെപ്പ് നമുക്കൊരു കൊറിയർ പാർട്ട്ണറിന് വേണം. എന്താണ് ഈ കൊറിയർ പാർട്ട്ണർ? സോ നമ്മുടെ സപ്ലയർ, അതായത് നമ്മുടെ സപ്ലയറിൻ്റെ കയ്യിൽ അതായത് കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കണ്ടേ, നമ്മുടെ കസ്റ്റമറാണിത്, ഇത് സപ്ലയർ ആണ്. സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റുകൾ, അതായത് ഈ പ്രൊഡക്റ്റ് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സപ്ലയർ കൊണ്ടെത്തിക്കില്ല. ഓക്കെ, അതിനാണ് ഒരു കൊറിയർ അഗ്രിഗേറ്റർ വേണ്ടത്. ഓക്കെ, ഒരു കൊറിയർ അഗ്രിഗേറ്റർ വേണം. അപ്പോൾ ഏതൊക്കെ കൊറിയർ അഗ്രിഗേറ്റർ യൂസ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആസ് യു ക്യാൻ സി ഷിപ്പ് റോക്കറ്റ് യൂസ് ചെയ്യാം, ഡെലിവറി യൂസ് ചെയ്യാം, അങ്ങനെ പല പല കൊറിയർ അഗ്രിഗേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് ഷിപ്പ് റോക്കറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷിപ്പ് റോക്കറ്റിൽ ജസ്റ്റ് ലോഗിൻ ചെയ്തിടാം. ഓക്കെ. ആൻഡ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഷോപ്പിഫൈയിൽ ലോഗിൻ ചെയ്ത ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നിങ്ങൾ ഷിപ്പ് റോക്കറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷോപ്പിഫൈഡ് ഇൻ്റർഫേസ് ആണെന്ന് വിചാരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഷിപ്പ് റോക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ മറ്റേ ജസ്റ്റ് ലോഗിൻ ചെയ്തിടാം, KYC കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഷിപ്പ് റോക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടോ ഷിപ്പ് റോക്കറ്റിൻ്റെ ഒരു ഇത് വരും ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഷിപ്പ് റോക്കറ്റിൻ്റെ ഇത് വന്നു കട ഓട്ടോമാറ്റിക്കലി, അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആവും, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ട ഒന്നും ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ഷിപ്പ് റോക്കറ്റും അതുപോലെ തന്നെ ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദീസ് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേയധികം പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നോക്കി ഈ പ്രോഡക്റ്റ് നല്ല രസമുണ്ട്, ബൈറ്റ് നവ് കൊടുക്കുന്നു വിചാരിക്കും. ബൈറ്റ് നവ് കൊടുത്തു. ആൻഡ് ഇവിടെ പോയി കഴിഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു. ആൻഡ് സേവ് ദിസ് ഇൻഫോർമേഷൻ, ക്യാഷ് ഓൺ ഡെലിവറി, കംപ്ലീറ്റ് ഓർഡർ കൊടുത്തു എന്ന് വിചാരിക്കും. ജസ്റ്റ് കംപ്ലീറ്റ് ഓർഡർ കൊടുത്തു. താങ്ക് യു കൃഷ്ണദേവ് ഫോർ യുവർ ഓർഡർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഷോപ്പിഫൈയിൽ വന്നിട്ടുണ്ടാവും. ഇതിവിടെ ഓർഡേഴ്സിൻ്റെ സ്ഥലം കാണുന്നില്ലേ, ഇവിടെ കാണുന്നില്ല, ഓർഡേഴ്സിൻ്റെ സ്ഥലത്ത് ഓർഡർ വന്നിട്ടുണ്ടാവും. ലൈക്ക് കൃഷ്ണദേവ് MS ഓൺലൈൻ സ്റ്റോർ 810 rupees. പേയ്മെൻറ്റ് പെൻഡിങ്, എല്ലാ ഡീറ്റെയിൽസും ഉടനെ വന്നിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വൺ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഷിപ്പ് റോക്കറ്റിൽ ഓർഡേഴ്സിൻ്റെ സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി ഓർഡർ വന്നിട്ടുണ്ട്. കണ്ട കൃഷ്ണദേവ് MS എന്താണ് ആക്കോ ഷീൽഡ് അംബർല. ഇവിടെ ഷിപ്പ് നവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിക്കും. ദാറ്റ്സ് സോ സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇപ്പോൾ പലർക്കും വരുന്നൊരു ഡൗട്ടാണ്, ബ്രോ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഷിപ്പ് നവ് കൊടുത്തു എന്ന് വിചാരിക്കും. ഷിപ്പ് നവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റീചാർജ് വാട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് റീചാർജ് ചെയ്തിടാൻ പറ്റും. 500 rupees റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ക്യാഷ് ഓൺ ഡെലിവറി, കസ്റ്റമർ നമുക്ക് കാശൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് ഡെലിവറിയുടെ കാശ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഷിപ്പ് നവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റീചാർജ് വാട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 130 rupees ഒക്കെ ഡിഡക്റ്റ് ആയി പോകും. ഒരു മാക്സിമം 130 rupees ഒക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് കൂടുന്നതോറും ക്യാഷ് ഓൺ ഡെലിവറിയുടെ പ്രൈസ് കൂടും. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സൈസ് കൂടുന്നതോറും വെയിറ്റ് കൂടുന്നതോറും ഒക്കെ പ്രൈസ് ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ ഷിപ്പ് നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് നമ്മുടെ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ക്യാഷ് ആയിട്ടല്ലേ നമ്മുടെ കൊറിയർ അഗ്രിഗേറ്ററിന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വിത്തിൻ 2 daysനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിനുള്ളിലേക്ക് വിത്തിൻ 2 daysനുള്ളിൽ ക്യാഷ് കയറുന്നതായിരിക്കും, റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റോറിൻ്റെ പേര് കണ്ടുപിടിച്ചു, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡൊമൈൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ആക്കി, അത് ഷോപ്പിഫൈയിൽ സ്റ്റോർ ക്രിയേറ്റ് ആക്കാം. ആൻഡ് സപ്ലൈസിനായിട്ട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്നില്ല റൊപ്പോസക്കളോട്ട് യൂസ് ചെയ്യാം. പക്ഷേ റൊപ്പോസക്കളോട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ മാർട്ടിൽ പോകാം. ഇന്ത്യ മാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ടി വരും. ആൻഡ് കൊറിയർ പാർട്ണറായിട്ട് നമുക്ക് ഷിപ്പ് റോക്കറ്റ് യൂസ് ചെയ്യാം, ഡെലിവറി യൂസ് ചെയ്യാം, പല കൊറിയർ അഗ്രിഗേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ 4th സ്റ്റെപ്പും കഴിഞ്ഞു. ആൻഡ് 5th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും ഇന്ത്യയിൽ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേസർ പേ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണം. നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. സോ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റിൻ്റെ പേര് അടിച്ചു കൊടുത്തു. ആൻഡ് യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് വീഡിയോസ് അബൌട്ട് ദിസ്. കുറേ അധികം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഇതിനെ പറ്റിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ഇപ്പോൾ മിനി പ്രിൻ്റർ അടിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. മിനി പ്രിൻ്ററിനെ പറ്റിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ്, അതായത് മെറ്റയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാം. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് റീഡാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും. ബ്രോ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആഡ്സ് റൺ ചെയ്യാൻ കാശൊന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശൊന്ന് സ്പെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അത് വൈറലാവണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മിനി പ്രിൻ്ററിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ്. കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ തിങ് ഈസ് ദാറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് കസ്റ്റമർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ആഡ് കാണുകയാണെങ്കിൽ ഇവിടെ അടിയിലൊരു ബട്ടൺ വന്നിട്ടുണ്ടാവും. അതായത് പർച്ചേസ് നൗ എന്ന് പറഞ്ഞിട്ടോ ബൈ നൗ എന്ന് പറഞ്ഞിട്ടോ ഗോ ടു ദ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടോ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. അത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഓപ്ഷനും വരുന്നുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ബയോയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ബയോയിൽ കണ്ടില്ല, അവരൊരു ബയോ ആണിത്. ഇവിടെ പോയി കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഷോപ്പ് ഓൺ അവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മിനി ചാറ്റ് എടുക്കാൻ പറ്റും. മിനി ചാറ്റ് എടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് മൈ മിനി ചാറ്റ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്.
കണ്ടില്ലേ, ഇത് മെനി ചാറ്റാണ്, പ്രോ വേർഷനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് മെനി ചാറ്റിന് അറൗണ്ട് ഒരു 5000 സംതിങ് റുപ്പീസ് വരും. ഇതിന് യൂസ്ഫുൾ എന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എനിക്ക് അറൗണ്ട് 1 lakh ഫോളോവേഴ്സ് പ്ലസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ സോറി ഡ്രോപ്പ് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ എല്ലാവരും ഡ്രോപ്പ് എന്ന് കമൻറ്റ് ചെയ്തു. ഈ ഡ്രോപ്പ് എന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഇട്ടെന്ന് വിചാരിക്കും, മിനി പ്രിൻ്ററിനെ പറ്റിയിട്ട് ഈ വീഡിയോ ഇട്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ വീഡിയോയിൽ പറയാണ് ഡ്രോപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ DMAക്ക് പോകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി വിത്തിൻ 2 സെക്കൻഡ്സിനുള്ളിൽ പോകുന്നതായിരിക്കും. ഓക്കെ, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പോകുന്നതായിരിക്കും. സോ പലർക്കും വരുന്ന വേറൊരു ഡൗട്ടാണ്, നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുമോ, ലാപ്ടോപ്പിന് നിർബന്ധമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ലാപ്ടോപ്പ് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ലാപ്ടോപ്പ് ഒരു വലിയ സ്ക്രീനാണ്, മൊബൈൽ ഫോൺ ഒരു ചെറിയ സ്ക്രീനാണ്. ഓക്കെ, അതുപോലെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ, GST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ബ്രോ പറയാനുള്ളത്? നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് മേലെ സെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ വരുമ്പോഴാണ് നമ്മൾ GST കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു പാൻ കാർഡും അതുപോലെ തന്നെ ഒരു ആധാർ കാർഡും മാത്രം മതി. ഓക്കെ, KYCയും ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഗൈസ്, ഡ്രോപ്പ് ഷിപ്പിംഗിനെ പറ്റിയിട്ട് ഞാൻ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും, അതായത് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വേണ്ടവരായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിലൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ മെൻറ്റർഷിപ്പ് ക്ലാസ് വരുന്നത് 2 വീക്സ് ആണ്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് A to Z ക്ലാസ്, അതായത് ബിഗിനർ ക്ലാസ് തൊട്ട് നമ്മൾ ഫേസ്ബുക്ക് ആഡ്സിൻ്റെ എക്സ്പേർട്ട് ലെവൽ വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ തന്നെയായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കി കഴിഞ്ഞിട്ട് അതിൽ പ്രൊഡക്ട്സ് നമ്മൾ തന്നെ ആഡ് ആക്കി തരുന്നതായിരിക്കും. ആൻഡ് ഇന്ത്യ മണ്ഡലങ്ങൾ കുറേ പ്രൈസിലായിരിക്കും നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ആക്കി തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ലൈഫ് ടൈം അസിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ഡൗട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുമാരുണ്ടാവും, അവരുടെ അടുത്ത് പേഴ്സണലി നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. കോൾ ചെയ്തിട്ടോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ലൈഫ് ടൈം കംപ്ലീറ്റ്ലി. നമുക്ക് ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ റെക്കോർഡ് ക്ലാസ്സിൽ വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ ക്ലിയർ ആവുന്നതാണ്. ഇത് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണ്. ഓക്കെ, പുള്ളി സ്റ്റാർട്ടിങ്ങിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തുകൊണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1000 rupees ഓഫ് കിട്ടുന്നതായിരിക്കും. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഞാൻ കുറേയധികം വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും.